ഹലോ ഗെയ്സ്, നമ്മളെ ബാനുമോൾ വന്നേക്കുന്നത്. ബാനുമോള് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളില്ല. അപ്പോൾ ഇന്ന് മദ്രസ സ്കൂളില്ലാതായപ്പോൾ അവൾ വന്നിട്ടപ്പോൾ ഞങ്ങളൊരു കുറേ സ്ഥലങ്ങളൊക്കെ പോയി വന്നപ്പോൾ അവിടെ കുറച്ച് മാങ്ങൊക്കെ കൊടുന്ന്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യുന്നൊരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചാൽ വനു ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഓക്കെ നീ പിടിച്ചോട്ടെ. അപ്പോൾ കട്ട് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ കാണില്ലേ? എൻ്റെ ബർത്ത്ഡേ. അപ്പൊ നല്ല ഞങ്ങള് കുറച്ച് അർത്ഥ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് വന്നപ്പോൾ ഒന്ന് കട്ട് ചെയ്യാണ്. കണ്ടോളി, നല്ല വലിപ്പമുള്ള ഏറ്റവും വലിയ ഗ്രോത്തുള്ള ഏതാ കളർ നോക്കുക. അടിപൊളി. എന്നാ വന്ന് കട്ട് ചെയ്ത സെൻറ്റർ കട്ട് ചെയ്താ ഇപ്പോൾ പിടിച്ചാലോ ഫോണ്. സെൻറ്റർ കട്ട് ചെയ്യാം. സാധി കട്ട് ചെയ്തടാ. സെൻറ്റർ കട്ട് അവിടെ വെച്ചിട്ട് അങ്ങനെയല്ല, പൊളിക്കല്ല, കട്ട് സാധിക്കത് പൊളിച്ചാ. എൻ്റെ കൈമ വാങ്ങാം. അത് കട്ട് ചെയ്താ കുറേ പീസാക്കി. അങ്ങനെയല്ല, മറ്റേ കട്ട് ചെയ്യുന്നത് നീളം കട്ട് ചെയ്യും. ഡഗ അപ്പം എങ്ങനെയുണ്ട് വാനോ? അത്ര വലുതാക്കണ്ട, ചെറുതാക്കണ്ട. അഞ്ഞു മടങ്ങ് മടങ്ങണ്. ഒന്നും വേണ്ട. അങ്ങനെയല്ല മറ്റേക്കാനെ. എന്നാൽ 4 മറ്റൊക്കെ പൂത്തിട്ടാണ്, പൊയ്ത്തിട്ടില്ല. പൊയ്ക്കന് അവിടെ പൊയ്ത്തത് പുറത്തു പോകുന്ന ഏകദേശമൊക്കെ നമ്മൾ അറുത്ത് കഴിഞ്ഞിട്ടാണ്. ഇനിയുണ്ട് ഇങ്ങനെ പുതിയത് ഇപ്പോൾ അതാകുന്നത്. പൂ കൊണ്ടാണ് അവിടെ മുകളിലാണ് തോനുള്ളത്. ഇനിയിപ്പോൾ നാളെ ഒന്ന് ഇറക്കാണ്ട് ആ കീശൻ്റെ ഉള്ളിൽ കാണണ്ടേ, അവിടെ ഇറക്കാണ്ട്. ഇനി പാനുമോക്ക് കൊടുക്കട്ടെ. നിൽക്കത്തിക്കേ പാനുമോക്ക് വലിയ കൊടുക്കട്ടെ. പാനുമോക്ക് പാട്ടി കൊണ്ടേ കൊടുത്താ പാനുമോളെ 1 2 3 കഴിക്കൂ. മാഷാല്ലാ, ഡിഗി കഴിക്കൂ. ടേസ്റ്റ് മധുരണ്ടാ? അടിപൊളി. അതണ്ടാ? പാട്ടിയാ അങ്ങനെ ചോദിക്കോ. എന്നാ അപ്പോൾ ഞങ്ങൾ മാങ്ങ കഴിച്ചു. ഇനി മാങ്ങ കഴിക്കണം. അടിപൊളി. അതാ കാണുന്ന അതിൻ്റെ തൈകളിട്ടാ. ഒരു ഗ്രോ ബാഗിൽ ഈ 2 തൈയാണ് വെച്ചിട്ടുള്ളത്. ഈ 2 കമ്പാണ് വെച്ചിട്ടുള്ളത്. പൊടിച്ചിപ്പോൾ ഏകദേശം ഒരടി നീണ്ടതൊക്കെ ഉണ്ട്. ഏകദേശം 6 മാസം 7 മാസം കൊണ്ട് കായ്ക്കും. നല്ല വളമോട് വേണ്ടിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കും. ഒക്കെ അപ്പോൾ കൊടുക്കാനുള്ളതാണ്. മുച്ച് കൊടുക്കുക. ചോദിച്ചോ എടുത്തോ. ഇമ്മടുത്താ ആ തൈകളൊക്കെ നമ്മൾ അതിൽ തന്നെ കമ്പ് കൊടുത്തിക്കാണ് വലുതാക്കാനുള്ള പരിപാടി. വലുതായാൽ ഇപ്പോൾ റേറ്റ് കുറവാണ്. കുറച്ചും വലുതായിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മളതിനെ വെക്കാനുള്ള പരിപാടി ഉണ്ട്. നീണ്ട് തൈ മുകളിലുണ്ട്. തൈ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. എനിക്ക് തോനെ കഴിക്കാൻ അതിൻ്റെ കമ്പാണ് തീരട്ടെ. എനിക്ക് വേണ്ട, എനിക്ക് വേണം. ഒന്നുപോലെ എടുത്തോ, ഒരു കഷ്ണം എടുത്തോ. കഴിഞ്ഞു ലാസ്റ്റാണ്. നമ്മളെ ഹാപ്പി ബർത്ത്ഡേ ഞെങ്ങിയാലതാ പണ്ട് ചട്ടി ഉണ്ടാക്കിയപ്പോഴും അതിനൊന്ന് കുഞ്ഞൊരു മാങ്ങട്ടെ ഞാണ്ട്. ഓ ഇങ്ങനെ നോക്കിയാ കണ്ടിയാ. ഇതാണ് കുട്ടികളെ അതിർപ്പം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വീട്ടിലുള്ള കുട്ടികളെ മക്കൾക്ക് യാതൊരു മറ്റുള്ള കെമിക്കലൊന്നും ഇല്ലാത്ത, രാസവളങ്ങളൊന്നും ഇല്ലാത്ത നല്ല നാടൻ വളം ഇട്ടിട്ടുണ്ടാക്കിയതാണ്. ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഫ്രൂട്ട്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതൊക്കെ വീട്ടിലില്ലാത്തവർ എന്തായാലും വെക്കണം. ഇപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കണം. വിലത്ത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല.
ഇത് ചിലവിലൊക്കെ പാറ്റംബോസും എന്താണ് യൂറിയ ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഉണ്ടാക്കുന്നുണ്ട്, മരുന്നടിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നമ്മളതായ ചില കണ്ടുപിടുത്ത മരുന്നുകളൊക്കെ ഉണ്ട്. നാടൻ മരുന്നുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുക, അതിനൊക്കെ അടിക്കുക, അതിൻ്റെ പുയ്ക്കേടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പം നമ്മളൊരു മാങ്ങയും കഴിക്കല്ലേ വാനോ? അടിപൊളി മാങ്ങ. ഡ്രാഗൺ ഫ്രൂട്ട്സ് തിന്നീൻ്റെ രസം പോകണം കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഡ്രാഗൺ തൈ ആണെങ്കിൽ കൊണ്ടേക്കോളിയാണ്. ഡ്രാഗന്റെ തൈ ഇവിടെ മാമാമാരെ നമ്മളെ നമ്പർ ഇതിൽ കൊടുക്കുന്ന കുറഞ്ഞ വിലക്ക് ഇപ്പൊ കൊണ്ടുപോവാ. 4 പീസിന് 4 പീസ് 3 പീസിനൊക്കെ 200 രൂപയൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ അത്ര ഒന്നും വാങ്ങണില്ല, ഇതെല്ലാവരുടെ വീട്ടിലാണ്. അപ്പം നമ്മൾ കുറഞ്ഞ നിരക്കിൽ നമ്മൾ കൊടുക്കും. കഷ്ണങ്ങൾ വേണ്ടവർക്ക് കഷ്ണം കൊണ്ടുപോയിട്ട് നടാം. ഇതിപ്പോൾ നമ്മൾ നട്ട് വെച്ചതുണ്ട്, തയ്യാക്കിയതുണ്ട്. നിങ്ങൾക്ക് നല്ല കുയ്യുത്തി നല്ല കാലൊക്കെ കൊടുത്തിട്ട് അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ വന്ന് നട്ട് സെറ്റിൽ ചെയ്ത് തരും കേട്ടോ. അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കോട്ടക്കൽ പരിസരത്തിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുപോയി നട്ട് റമ്മിലാണെങ്കിലും ടെറസിൻ്റെ മുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ചെയ്തു തരും. നമ്മളങ്ങനെയൊക്കെ പോയിക്കാണ്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ അവിടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നട്ട് അടുത്ത കൊല്ലം കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതുപോലെ കായ അറുത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ വാനു ഇന്ന് മാങ്ങ ഞാൻ അടുത്ത് മാങ്ങ കഴിക്കല്ലേ? ഇതൊരു വലിപ്പോ കാണുന്നുണ്ടാ? ഇന്നൊക്കെ പറഞ്ഞ് നമുക്ക് സലാഡ് ഉണ്ടാക്കുമ്പോൾ സലാഡ് കഴിക്കാം. മാങ്ങയും കൂടി ഞങ്ങൾ കഴിക്കും. ഇത് ഞങ്ങൾ രണ്ടാളും കഴിക്കും. അവർക്കൊക്കെ മാങ്ങ ഇനിയുണ്ട്. നമ്മള് മാങ്ങപ്പോൾ ലേശം വില കുറവുണ്ട്. കടകളിലൊക്കെ വിലയാണ്, പക്ഷെ വണ്ടിക്കാരെടുത്ത് വില കുറവുണ്ട്. അടിപൊളി മാങ്ങയാണ്, നല്ല മധുരമുള്ള. എന്താ പപ്പായ മാങ്ങ എന്തൊക്കെ പറഞ്ഞേക്കാം ധാരാളം. അപ്പോൾ വാനു കഴിക്കുക വാനു കഴിക്കുക. അടിപൊളി ഓക്കെ എന്നാ കൊണ്ടോ വാ എന്നാ കഴിക്ക്. അപ്പം ഞങ്ങൾ അടുത്തത് മാങ്ങ കഴിക്കുകയാണ്. അല്ലേ കഴിക്കാം. ഞങ്ങളിങ്ങനെ ഒരുപാട് സ്ഥലം ചുറ്റിക്കറങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓ മധുരമുണ്ട് അടിപൊളി. ഓക്കെ അല്ലേ? ഈ സാധനം നല്ല മധുരം ഉണ്ടാവാറില്ല. ഞാൻ കൊടുത്ത ചോറില്ല. അപ്പോൾ ചോറ് കൊത്തിയിട്ടുണ്ട്. പപ്പടം പൊരിച്ച ഇറച്ചിക്കറി, എന്താ മീനോ പച്ചക്കറിയോ ഒക്കെ ഉണ്ട്. ശരിക്കും ചോറിൻ്റെ ഭക്ഷണം കഴിച്ചതിൻ്റെ ദിവസം ഫ്രൂട്ട്സ് മേലെ കഴിക്കേണ്ടതാണ്. ഇത് ഫസ്റ്റ് കഴിക്കുക. എന്താ പറഞ്ഞാൽ ലേശം വിശപ്പ് കൂടിക്കുന്നു. അപ്പോൾ അവിടെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ പെട്ടെന്ന് ആയത് കഴിക്കുക. തൈകൾ കണ്ടേ, ഇതൊക്കെ പുതിയ ശിഖരങ്ങൾ വന്നതാട്ടാ. പൊടിച്ചിട്ട് ഒരു കീശയിൽ 2 ഇത് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാലിൽ ഈ 2 കീസ വെച്ച് കൊടുത്താൽ മതി. കീസണ്ട് വലിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പൊടിച്ച് നല്ല കരുത്തുള്ള മുളകളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തെയ്യ് മേലുണ്ട്, തെയ്യിന് മുകളിൽ വെട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാരുണ്ട് ഇതിൻ്റെ തണ്ടന്നെ കൊണ്ടുപോയിട്ട് ഒരു 10-20 ദിവസം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് ഇറങ്ങി വരും. വേരായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഇതിപ്പോൾ നമ്മൾ മണ്ണിലുമല്ല വെച്ചിട്ടുള്ളത്. ഇത് ഇടവായി അടിച്ചേരി വന്ന കുറേ കരിച്ചില്ലുണ്ടായിരുന്നു, അത് അതിൻ്റെ കമ്പോസ്റ്റിലാണ് വെച്ചിട്ടുള്ളത്. അത് നല്ല വേരോട്ടം കിട്ടുന്നുണ്ട്. ഈ മണ്ണിൽ വെറും മണ്ണിൽ മാത്രം വെക്കരുത്, മണ്ണിൽ കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ കണ്ടേ, ഇതൊക്കെ 3 റൗണ്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. 2 റൗണ്ട് ഇപ്പോൾ നമ്മൾ അറുത്ത് പോന്നു. 3 റൗണ്ടാണ് ഇപ്പോൾ അടിച്ചു പൂവായി വിരിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുകളിലാണ്. ഇതിനെ വെയിലാണ് ആവശ്യം. വെയിൽ നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ
വെയിലെല്ലാം കിട്ടുന്നിടത്ത് ഇഷ്ടംപോലെ കായ്ക്കും. ഒരുപാട് കായ് ഇതുപോലെ ഒരു 1-2 തവണ ഇപ്പോൾ നമ്മൾ അറുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ കിട്ടും. അപ്പുറത്തൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട് ധാരാളം. ഇവിടെ ഉണ്ട് കായ്ക്കുന്നത്. നമുക്ക് അങ്ങനെ കായ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പന്തലിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തലപ്പ് ഇവിടെ തന്നെ തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നട്ടുണ്ടാക്കിയിട്ടേ ഒരു രസമാണ് കാണാൻ. നല്ല ടെറസിൻ്റെ മുകളിൽ നല്ലപോലെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും എന്താണ് റമ്മിലോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ബോക്സിലോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ചെയ്ത് വെച്ചാൽ കുട്ടികൾക്ക് ഒരു രസത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് അറുത്തെടുക്കുന്നതും കടയിൽ നിന്ന് വാങ്ങുന്നതും കൂടി ഒരുപാട് മാറ്റമുണ്ട്. എന്താണ് നമ്മൾ വീട്ടിൽ നിന്ന് അറുത്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. വീട്ടിൽ കടയിലെല്ലാം കിട്ടുന്നതല്ലേ. വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ മത്തൻ്റെ കൃഷികളൊക്കെ ഉണ്ട്. മത്തൻ കഴിഞ്ഞവരെയൊക്കെ കുറേ മത്തം കിട്ടിയാണ്. അപ്പോൾ മത്തൻ്റെ വള്ളി വൈതളങ്ങ തയ്യണ്ടാണ്. നല്ല നീളം വൈതളങ്ങ ധാരാളം കായ്ക്കുന്നുണ്ട്. എല്ലാവരും കായ്ക്കും ഈ സാധനം ഉണ്ടേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്പർ കൊടുക്കും, അപ്പോൾ വിളിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക. ഒരു ലൈക്കൊക്കെ അടിച്ച് പോയി സാധനം തരണം. ആർക്കെങ്കിലും തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മളതിനെ വന്നിട്ട് വെച്ച് തരും. നടാൻ ആവശ്യമുള്ളവർ. ഓക്കെ, എല്ലാവർക്കും നല്ല പറ്റേ.